ഹായ് ഫ്രണ്ട്സ്, ഇത് കോപ്പറേറ്റീവ് കേരളയാണ്. ആദ്യം തന്നെ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മളിങ്ങനെ ഒരു കെയർ ഓഫ് ആയിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു PDF ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും കുട്ടികൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഇത്രയും കുട്ടികൾ നമ്മുടെ PDF കാത്തിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഫുൾ ടൈം നമ്മൾ ഈ PDF പിറകെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ, കാരണം അവസാന നിമിഷം ചെയ്തതായതുകൊണ്ട് യാതൊരു തരത്തിലും ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ളത് കോപ്പറേറ്റീവ് കേരളയെ സംബന്ധിച്ച് വളരെ നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി നല്ലൊരു എഫേർട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ PDF പിറകിലുണ്ട്. സോ 10 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് 10 കോപ്പറേഷൻ എന്ന സബ്ജക്റ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതിന് പുറമെ ഇംഗ്ലീഷ്, GK, IT. ഇംഗ്ലീഷും IT വന്നിട്ട് 2024 പരീക്ഷ തൊട്ട് അല്ലെങ്കിൽ PSC നടത്തിയ പരീക്ഷകളിൽ നിന്ന് പുറകിലോട്ടുള്ളതാണ്. സോ അവസാന നിമിഷം ഒരുപാട് ടോപ്പിക്സ് എടുത്ത് വെച്ച് വായിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ ആ ഒരു കാര്യം നമ്മൾ ഈ ആസ്പിറൻസിന് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കോപ്പറേറ്റീവ് കേരള ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു ആസ്പിറൻസിന് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വളരെ നിർബന്ധമായിരുന്നു. സോ അവർക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്കായിട്ട് എന്താണ് റിപ്ലൈസ് കൊടുക്കുകയാണ്. PDF വരുന്നത് 200 രൂപയാണ്. ഓക്കെ, അപ്പം പലർക്കും വെർത്താണോ എന്നൊക്കെ സംശയമുള്ളവരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കെയർ ഓഫ് ഹെഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ളതല്ലേ PDF, നമ്മൾ CSEBക്കാർ എന്താ മേടിക്കുന്നത്, അല്ലെങ്കിൽ JCAക്കാർ എന്തിനാണ് മേടിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവരോടത്തൊരു കാര്യമേ പറയാനുള്ളൂ, ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ കെയർ ഓഫ് ഹെഡിൻ്റെ മൊഡ്യൂൾ നോക്കിയിട്ടുള്ളവർക്കറിയാം, കംപ്ലീറ്റ്ലി മൊഡ്യൂൾ കവർ ചെയ്തിട്ടുള്ളൊരു PDF ആണ്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഈ PDF മേടിച്ചവരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പറഞ്ഞ പോലെ അത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ എടുത്ത എഫേർട്ടിന് എന്തായാലും പലരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതോട് സന്തോഷമുണ്ട്. സോ അതുപോലെ തന്നെ JCAക്കും ഈ പറഞ്ഞ പോലെ CSEBക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണോ എന്ന് സംശയം. ഇംഗ്ലീഷ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആവട്ടെ അല്ലെങ്കിൽ IT ആവട്ടെ, ഞാൻ പറഞ്ഞ പോലെ ടോപ്പിക് കവേർഡാണ്. ബാങ്കിങ്, അക്കൗണ്ടൻസി എന്നീ പറഞ്ഞ 2 സബ്ജക്ട്സ് ഒഴികെ കോപ്പറേഷൻ എന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു എക്സാം എടുത്താലും. കാരണം അത് തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വർഷങ്ങൾ, അതാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ 2-3 വർഷങ്ങളുടെ ഡേറ്റ് മീൻസ് നമ്പേഴ്സിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ കോപ്പറേഷൻ ആയതുകൊണ്ട് വർഷങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. വർഷങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കഴിയുന്നത് പോലെ PSC പാറ്റേണിലുള്ള ഈ ABCD മെത്തേഡിൽ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾസ് കവർ ചെയ്തിട്ടുണ്ട്. അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വിജയമാണ്. ഓക്കെ, അപ്പം അതിനാദ്യം നിങ്ങളോടത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ ആദ്യം താങ്ക്സ് പറയുകയാണ്. സോ നമ്മുടെ PDF നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യം ഒരു ആമുഖമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ആമുഖം മറ്റൊന്നുമല്ല, ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കെയർ ഓഫ് ഹെഡ് പരീക്ഷയ്ക്ക് മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണെന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ള. പിന്നെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 തൊട്ട് നമ്മൾ മൊഡ്യൂൾ 10 വരെ ചെയ്തിട്ടുണ്ട്. സോ ഇതിനോടൊപ്പം നിങ്ങൾക്ക് PDF തന്നെ നമ്മൾ സിലബസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ മൊഡ്യൂൾ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്താണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് PDF കാണിക്കുന്നു. അപ്പോൾ നമ്മൾ 185 പേജുകളാണ് നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. GK ആവട്ടെ, ഈ പറഞ്ഞ പോലെ പദ്ധതികൾ മറ്റു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷകൾക്ക് PSCയിൽ നമ്മുടെ സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, IT ആവട്ടെ. സോ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ABCD വെച്ച് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞ് മീൻസ് മറച്ച് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാം, മീൻസ് എക്സാം എഴുതി നോക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക, നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും എന്താണ് ഈ PDF ഒരു ബെനിഫിറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കോപ്പറേറ്റീവ് കേരള എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ അഡ്മിന് ജസ്റ്റ് നിങ്ങൾക്ക് PDF വേണമെന്നൊരു മെസ്സേജ് അയക്കുക. പ്രൊസീജിയേഴ്സ് എന്താണ് നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അഡ്മിൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് ശ്രദ്ധിക്കുന്നത്, ആ പ്ലാറ്റ്ഫോമിൽ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റി ബന്ധപ്പെട്ടുള്ള ലിങ്കോ കാര്യങ്ങൾ കാണും. സോ
നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് PDF മേടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു ലാസ്റ്റ് റൗണ്ട് ശരിക്കും ഒരു റിവിഷൻ മെത്തേഡായിരിക്കും. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഏകദേശം 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിങ്ങൾക്ക് എവിടെയാണോ അറിഞ്ഞുകൂടാത്ത ഭാഗം അത് കണ്ടുപിടിച്ച് പഠിക്കുക. GK ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, പറഞ്ഞ പോലെ IT ആവട്ടെ, നിങ്ങൾക്ക് വേറെ ഒരിടത്ത് തേടി പോവേണ്ട. ആദ്യം ഇത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസം മാത്രം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾ കൃത്യമായിട്ട് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നിർബന്ധം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ടെലഗ്രാം ചാനലിൽ എക്സാം നടത്തുന്നുണ്ട്. ആ എക്സാമിൽ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാവും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങൾ ഏതാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് വേ കേരള ഫോളോ ചെയ്യുന്നവർക്ക് യാതൊരു കാരണവശാലും നിരാശ വരത്തില്ല. ഈ വർഷത്തെ എല്ലാ പരീക്ഷകളുടെ ലിസ്റ്റിലും നമ്മൾ വന്നിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു.